സ്വാമി അയ്യപ്പൻ ജനിച്ച കഥയറിയാമോ? മഹിഷാസുരൻ എന്നൊരു അസുരൻ കഠിനമായ തപസ് അനുഷ്ഠിച്ച് ബ്രഹ്മാവിൽ നിന്നും ഭൂമിയിലെ ആർക്കും തന്നെ നശിപ്പിക്കാൻ കഴിയില്ല, ഒരു സ്ത്രീക്ക് മാത്രമേ തന്നെ കൊല്ലുവാൻ സാധിക്കൂ എന്ന് വരം നേടി. ബ്രഹ്മാവിൽ നിന്നും വരം നേടിയ അസുരൻ ആളുകളെ നശിപ്പിക്കാൻ തുടങ്ങി. ഇത് കണ്ട ദേവന്മാർ ദുർഗാദേവിയെ അഭയം പ്രാപിച്ച് ഒരു യുദ്ധത്തിൽ അസുരനെ വധിക്കുകയും ചെയ്തു. തൻ്റെ സഹോദരൻ്റെ മരണത്തിൽ പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ച മഹിഷാസുരൻ്റെ സഹോദരി ബ്രഹ്മാവിനെ തപസ് ചെയ്ത് വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും മകൻ ഒഴികെ മറ്റാർക്കും തന്നെ കൊല്ലാൻ സാധിക്കില്ല എന്ന വരം നേടുകയും ചെയ്തു. അതിനാൽ മോഹിനിയുടെ സ്ത്രീരൂപം മഹാവിഷ്ണു സ്വീകരിച്ചു. മോഹിനിക്കും ശിവനും ജനിച്ച ആൺകുട്ടിയെ ശിവഭക്തനായ പന്തളത്തെ രാജശേഖര രാജാവിന്റെ സംരക്ഷണത്തിൽ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. വേട്ടയാടൽ യാത്രയിൽ രാജശേഖര രാജാവിന് കുഞ്ഞിനെ ഉപേക്ഷിച്ച നിലയിൽ കിട്ടുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ മഹാദേവൻ ഒരു മഹർഷിയുടെ രൂപത്തിലെത്തി കുഞ്ഞിനെ തന്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോകാൻ നിർദ്ദേശിക്കുകയും കുഞ്ഞിന്റെ കഴുത്തിൽ മണിയുള്ളതിനാൽ അവനെ മണികണ്ഠൻ എന്ന നാമകർമ്മം ചെയ്യുകയും ചെയ്തു. രാജാവും രാജ്ഞിയും വളരെ വാത്സല്യത്തോടെ കുഞ്ഞിനെ വളർത്തുകയും വിദ്യ അഭ്യസിക്കുകയും ചെയ്തു. വിദ്യ അഭ്യസിച്ച മണികണ്ഠൻ മഹർഷിയെ വധിക്കുകയും ചെയ്തു. പിന്നീട് രാജാവിനും രാജ്ഞിക്കും പുത്രഭാഗ്യം ലഭിക്കുകയും മണികണ്ഠനെ ഒഴിവാക്കാനായി രാജ്ഞി രോഗം നടിക്കുകയും പുലിപ്പാൽ വേണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. പുലിപ്പാൽ കൊണ്ടുവരികയും താൻ ഹരിഹരപുത്രനായ അയ്യപ്പനാണെന്നും ഇനിയുള്ള കാലം ശബരി പീഠത്തിനടുത്തുള്ള പുണ്യഭൂമിയിൽ തപസ് അനുഷ്ഠിക്കാൻ പോവുകയാണെന്നുള്ള തീരുമാനം അറിയിക്കുകയും ചെയ്തു. കല്ലും മുള്ളും ചവിട്ടി കാടും മലയും കയറി ശരണം വിളിച്ച് ശബരിമലയിൽ എന്നെ തേടി വരുന്ന ഭക്തജനങ്ങളെ അനുഗ്രഹിക്കാൻ മകരസംക്രമ ദിനത്തിൽ ഞാൻ തപസ്സിൽ നിന്ന് ഉണർന്ന് ഭക്തജനങ്ങളെ അനുഗ്രഹിക്കുമെന്ന് അച്ഛന് വാക്ക് നൽകി ശബരിമലയിലേക്ക് പോവുകയായിരുന്നു നമ്മുടെ അയ്യപ്പസ്വാമി.